സങ്കീർത്തനങ്ങൾ 27:5 അനർത്ഥ ദിവസത്തിൽ യഹോവ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അനുദിനം ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന ക്രിസ്തുയേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ നമുക്ക് നേരിട്ട എത്രയെത്രയോ അനർത്ഥങ്ങളിൽ നിന്നും ദൈവം നമ്മളെ അത്ഭുതകരമായി വിടുവിച്ചു. പലപ്പോഴും നമുക്ക് നേരിടുന്ന അനർത്ഥങ്ങളിൽ നിന്ന് നാം വിടുവിക്കപ്പെടുമ്പോഴല്ലേ ദൈവത്തെ സ്തുതിക്കാറുള്ളൂ. എന്നാൽ എത്രയോ പ്രാവശ്യം അനർത്ഥങ്ങൾ നമുക്ക് നേരിടുവാൻ പോലും സമ്മതിക്കാതെ ദൈവം നമ്മളെ പരിപാലിക്കുന്നു. അതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. നമ്മളുടെ ദൈവമായ യഹോവ നമ്മളെ തന്റെ തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കുവാൻ എല്ലായ്പ്പോഴും മനസ്സുള്ളവനാണെങ്കിലും അവിടെ മറഞ്ഞിരിപ്പാൻ നമുക്ക് കഴിയാതെ പോകുന്നതല്ലേ നമ്മളുടെ പരാജയത്തിന്റെ കാരണം. സങ്കീർത്തനം 61:3-4 വാക്യങ്ങളിൽ നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും എന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും അപ്രകാരം പറയുവാൻ സാധിക്കണം. സങ്കീർത്തനം 91:1 പറഞ്ഞിരിക്കുന്നത് പോലെ അത്യുന്നതന്റെ മറവിൽ വസിക്കയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കയും ചെയ്യുന്നവർക്ക് മാത്രമേ യഹോവയെക്കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാലും കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നമ്മളെ ചേർക്കുവാൻ മനസ്സുള്ളവനാകയാലും നമുക്ക് നമ്മളുടെ കർത്താവിനോട് ചേർന്നിരിക്കാം. എങ്കിൽ ദൈവം നമ്മളെ തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ നമ്മളെ മറയ്ക്കും. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.